വലിയ പിണറായി ഭക്തനായിയാണ് എം സ്വരാജ് പരക്കെ അറിയപ്പെടുന്നതെങ്കിലും മരുമകന് ഒരു എതിരാളിയാണ് സ്വരാജ് എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് പിണറായി സ്വരാജിനെ നന്നായി തഴയാൻ തുടങ്ങിയത്. കഴിഞ്ഞ തവണ 2021 തൃപ്പൂണിത്തറയിൽ പരാജിതനായ സ്വരാജ് നിയമ പോരാട്ടമൊക്കെ നടത്തി വലിയ രീതിയിൽ അട്ടഹാസമൊക്കെ നടത്തി വിജയി താനാണെന്ന് പ്രഖ്യാപിക്കണമെന്നൊക്കെ പറയുകയുണ്ടായെങ്കിൽ പോലും വലിയ നിരാശയാണ് ഒടുവിൽ സ്വരാജിന് സംഭവിച്ചത്. ഏറ്റവും ഒടുവിൽ സ്വന്തം ജന്മനാടായ നിലമ്പൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കനത്ത തോൽവി ഏറ്റുവാങ്ങാനായി വിധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് സ്വരാജ് പോകുമ്പോൾ CPIM-ൽ ഇനി സ്വരാജിനെ കൊണ്ട് എന്താണ് പിണറായി ഉദ്ദേശിക്കുന്നത് എന്ന പല ചോദ്യങ്ങളുമുണ്ട്. സ്വരാജിന് എന്തായാലും ഇനി ഒരിക്കൽ കൂടി തൃപ്പൂണിത്തറ സീറ്റ് മത്സരിക്കാൻ കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. നിലമ്പൂരിലാകട്ടെ ഇത്തവണ മത്സരിച്ച് പരാജയപ്പെട്ടാൽ ഇനി ഒരിക്കൽ കൂടി മത്സരിക്കാൻ അദ്ദേഹം വ്യക്തിപരമായി തയ്യാറെടുക്കില്ല എന്നതും വ്യക്തം. അങ്ങനെ വരുമ്പോൾ രാജ്യസഭാ സീറ്റാണ് ഏക ഓപ്ഷൻ. രാജ്യസഭാ സീറ്റിൽ ഏറ്റവും പെട്ടെന്ന് ഒഴിവ് വരുന്ന ഒരു സീറ്റിലേക്ക് സ്വരാജിൻ്റെ പേര് പരിഗണിക്കുക എന്നത് മാത്രമാണ് CPIM-ന് ഏക ഓംവഴിയായി ഉള്ളത്. അങ്ങനെ വരുമ്പോൾ മരുമകനോ അല്ലെങ്കിൽ നിലവിലെ പിണറായിയുടെ കണക്കൂട്ടലിനോ യാതൊരു ഭീഷണിയുമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും MP രാജേഷ് വലിയ തോതിൽ മുഹമ്മദ് റിയാസിനെതിരെ തിരിഞ്ഞതൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായി തന്നെ കണക്കാക്കാം. സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ക്രെഡിറ്റായാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ പേരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും വെച്ചിരിക്കുമ്പോൾ MP രാജേഷ് ക്ഷുഭിതനായി കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാധ്യമങ്ങളോട് തട്ടിക്കയറുന്ന ഒരു രാജേഷിനെ സാധാരണഗതിയിൽ ആരും കാണാറില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഭാവി ഉണ്ടോ എന്നുള്ളതും വിദൂര സ്വപ്നം മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പിലെ തോൽവി ഉണ്ടാകുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഫേസ് ചെയ്യാൻ പോലും സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പുവരുത്തുന്ന സാഹചര്യമാണ്. CPIM അവരുടെ ഉറച്ച മണ്ഡലങ്ങളായി കരുതുന്ന ഒരു മണ്ഡലത്തിൽ സ്വരാജിൻ്റെ പേര് നിർദ്ദേശിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും UDF ആധിപത്യമുള്ള മണ്ഡലത്തിൽ ചെന്ന് പിടിച്ചെടുക്കാം എന്ന് വിചാരിച്ചാൽ സ്വരാജിന് അങ്ങനെയുള്ള ഒരു ലൈൻ ഇനി തുടരാൻ കഴിയത്തുമില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അതിനകത്തെ ഘടകകക്ഷികളായി കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഒറ്റക്കെട്ടായി തന്നെ പതിവില്ലാത്ത രീതിയിൽ അവരുടെ ജീവൻ മരണ പോരാട്ടമായി തന്നെ കണക്കാക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റും വിലപ്പെട്ട ഒരു കാര്യമായി കണക്കാക്കുകയാണ്. ഓരോ ജില്ലയിലും പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാൽ മാത്രമേ സീറ്റുകൾ 70 80 ഒക്കെ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് UDF-ന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം CPIM-ൽ ഇപ്പോൾ തനിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു രഹസ്യ നീക്കം തന്നെയാണ് നടക്കുന്നത്. തന്നെ പച്ച പിടിക്കാൻ അനുവദിക്കാത്ത കുറേയധികം പേർ CPIM-ൽ ഉണ്ട് എന്ന് വ്യക്തമായി അദ്ദേഹം വിശ്വസിക്കുകയാണ്. പൊന്നാനി പോലുള്ള ഒരു മണ്ഡലം, പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ CPIM-ന് ആധിപത്യമുള്ള മണ്ഡലം പൊന്നാനിയാണ്. ആ മണ്ഡലത്തിലെങ്കിലും സ്വരാജിനെ പരിഗണിക്കണം എന്ന് പലരും പറഞ്ഞെങ്കിൽ പോലും അവിടെ നന്ദകുമാറാണ് വിജയിച്ചത്. നേരത്തെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ വിജയിച്ച മണ്ഡലമാണ് പൊന്നാനി. സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം കട്ട പുകയാണ് ഇനിയുള്ള കാലഘട്ടം.